കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. ചാണ്ടി ഉമ്മനടക്കം അവിടെ പ്രതിഷേധിക്കുന്നു. അലിയകൃഷ്ണ വിവരണം. അലിയകൃഷ്ണ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചാണ്ടി ഇവിടെ അപകടമുണ്ടായ ആ സമയം മുതൽ അവിടെയുണ്ട്, രാവിലെ മുതൽ ആശുപത്രിക്ക് മുന്നിലുണ്ട്. സ്മൃതി, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. സ്മൃതി, വലിയ രീതിയിലുള്ള പ്രതിഷേധം പറയൂ. തന്നെ യൂത്ത് കോൺഗ്രസ് അവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ചാണ്ടി ഉമ്മൻ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ ബിന്ദുവിന്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്ന ഘട്ടത്തിലാണ് ആംബുലൻസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ആംബുലൻസ് ഇപ്പോൾ നിലവിലിത പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും സംഘർഷവും ഉണ്ടായിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നോട് മനസ്സിലാക്കാൻ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ ആംബുലൻസിന് മുന്നിൽ ചാടി വീണ ആംബുലൻസ് കടത്തിവിടില്ല എന്ന നിലയിൽ നിലപാടെടുത്ത് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനിടയിലാണ് ആംബുലൻസ് പ്രതിഷേധക്കാർക്കിടയിലൂടെ മുന്നോട്ടെടുത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രതിഷേധ രംഗങ്ങൾ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പ്രതിഷേധക്കാരെയാണ് പോലീസ് ഇപ്പോൾ ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് നീക്കുന്നത്. ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ആംബുലൻസിന് മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. ആംബുലൻസിന് മുന്നിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. എല്ലായിടത്തും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുണ്ട്. നാളെയും പ്രതിഷേധ പരിപാടികളുണ്ട്. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിലേക്കും ഓഫീസിന് മുന്നിലേക്കും ഒക്കെ പ്രതിഷേധങ്ങൾ നടന്നുണ്ട്. സംസ്ഥാന വ്യാപകമാകെ ആയുള്ള പ്രതിഷേധത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് നീങ്ങുന്നത്. BJPയുടെ പ്രതിഷേധവും ഇന്ന് ആശുപത്രിക്ക് മുന്നിലേക്ക് പകൽ കണ്ടതാണ്. നേരത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള വിഷയമാണ്. ചാണ്ടി ഉമ്മൻ അവിടെ എത്തിയത് മുതൽ ഈ കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ അപകടത്തിന് ശേഷം ഈ വാർഡുകളിൽ ഉണ്ടായിരുന്ന രോഗികളെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാനുള്ള നിർദ്ദേശമടക്കം നൽകിയിരുന്നു. പിന്നീട് അത് മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സൂപ്രണ്ട് അങ്ങനെയില്ല, അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയും എന്ന രൂപത്തിലുള്ള പ്രതികരണത്തിലേക്ക് മാറുന്നതൊക്കെ കണ്ടു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം നാടാകെ ഉയരുകയാണ്. കുടുംബത്തിനകത്തെ വീണ്ടും അതിക്രമിക്കുക. ഞങ്ങളൊരു വാക്കൊരു പ്രതിഷേധം പറയാൻ നിങ്ങൾ കണ്ടു. ഞാനൊരു പ്രതിഷേധം പറയാൻ പോയപ്പോഴത്തേക്ക് അതിനെ പോലീസ് ബലപ്രയോഗിച്ച് ഞങ്ങളെ ലീക്ക് ചെയ്യുക. ഈ സർക്കാരിന്റെ നിലപാട് എന്താണ്? ഗുണ്ടകളായി ഇന്ന് പോലീസ് മാറിയിരിക്കുന്നതിന്റെ തെളിവാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീജിത്ത് അടക്കം കാണിച്ചിരിക്കുന്നത്. ഞങ്ങളെന്താ പറഞ്ഞത്? ഒരു പ്രതിഷേധം പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയാണ്, കുടുംബത്തിലെ അംഗമാണ്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ബോഡി കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അങ്ങനെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ബോഡി കൊണ്ടുപോകാൻ കുടുംബത്തിന് എതിർപ്പുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പൂർത്തിയാക്കണം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അതിനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിലെ അംഗം ബന്ധു മരണം സംഭവിച്ചത് ഈ വന്ന എൻ്റെ കുഞ്ഞമ്മയ്ക്ക് യാതൊരു അസുഖമില്ലാതെ വന്ന ഒരാളാണ്. ഈ ഒരു മരണം ഇവിടെ സംഭവിച്ചത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടാണല്ലോ ഈ കെട്ടിടം പൊളിഞ്ഞു പോയത്. അതിന് ഗവൺമെൻറ് ഞങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും നടത്തിയിട്ടില്ല. രാവിലെ തൊട്ട് ഞാനിവിടെ ഉണ്ട്. ഇത് സംഭവം കിട്ടിയപ്പോൾ തൊട്ട് ഞാനിവിടെ, ബോഡി കിട്ടുമ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ആൾക്കാരും നമ്മുടെ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. ഞാനിനി കുട്ടികളെ കൊണ്ട് ഞാനിനി എന്താ ചെയ്യണം? അതിനൊരു തീരുമാനം വേണമല്ലോ. ഇത് മനുഷ്യരല്ലേ, മരിച്ചത് മനുഷ്യരല്ലേ. ആ കുടുംബത്തിലെ അംഗം അവരുടെ കുടുംബത്തിന്റെ കൺസേൺ പറയുവാൻ ഒരു വാക്ക് ആ ബോഡിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വാഹനത്തിന് മുന്നിൽ വന്ന് പറയാൻ പോയപ്പോൾ അത് പോലീസ് എങ്ങനെ നേരിട്ടു എന്ന് കണ്ടു. ഞങ്ങളാരും ഞങ്ങളെ ബലപ്രയോഗം നടത്തി. ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞേക്കാം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ.
വയനാട്ടിലെ സ്ഥിതി ഈ കുടുംബത്തിന് ഞങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങൾ ആ പറഞ്ഞത്, ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാലിക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല എന്ന് സർക്കാരിനോട് ശക്തിയുക്തം പറയുക. വലീദ് ബഷ ഇപ്പോൾ അവിടെ നിന്ന് പ്രതികരിച്ചത് നേരത്തെ രാവിലെ വന്ന് കരഞ്ഞ ആ ബന്ധുവാണ്. ഈ മരണം തിരച്ചിലേക്ക് കടക്കുന്നത് ഈ ബന്ധുവിന്റെ പരാതി പ്രകാരമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി അദ്ദേഹം നീങ്ങുമ്പോൾ പോലീസ് തടയുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? അത് സമ്മതിപ്പിച്ച് കൊണ്ടുപോയാണ്. പക്ഷേ സർക്കാർ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ബോധപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, ഞങ്ങൾക്കൊരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ആ വാക്ക് പറയാൻ പോലും പോലീസ് സമ്മതിച്ചിട്ടില്ല. പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ടാണ് കുടുംബത്തിലെ അംഗത്തോട് പോലും മര്യാദ കാണിക്കാതെ പെരുമാറിയത്. ഇത് ശരിയല്ല. അത് സർക്കാർ ഓർത്തു വെച്ചാൽ മതി. ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും. കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഇത് രാഷ്ട്രീയം നിങ്ങൾ കാണണ്ട. പക്ഷേ ഇവിടെ മറുപടി കിട്ടിയേ മതിയാകത്തുള്ളൂ. വയനാട് നമുക്കറിയാം, ചൂരൽമല, മുണ്ടക്കൈ, ഒരു വീട് പോലും ഈ സർക്കാർ വെച്ചിട്ടില്ല. പക്ഷേ ഈ കോട്ടയത്ത് ഈ മെഡിക്കൽ കോളേജ് വെച്ചിൽ ഒരു അമ്മ മരിച്ചപ്പോൾ ആ അമ്മയ്ക്ക് നീതി നേടി കൊടുക്കുവാൻ ഞാനടക്കമുള്ള എല്ലാ ജനപ്രതികളും ആ കുടുംബത്തോട് നിൽക്കും. ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറാണ്. അത്രയും മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് ആ കുടുംബത്തിന് വേണ്ടി ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രം മതി. ആ കുട്ടിക്ക് ജോലി, ആ കുട്ടിക്ക് ദത്തെടുക്കുന്ന ചികിത്സാ സഹായം 3,40,000 രൂപ കൊടുക്കണം. ഒപ്പം ആ കുട്ടിക്ക് ജോലി കൊടുക്കുക. അത്രേ പറഞ്ഞുള്ളൂ. അത് വീണ്ടും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സർക്കാർ കേട്ടേ മതിയാകത്തുള്ളൂ. കേൾക്കാൻ ഞങ്ങൾ പിന്നോട്ടില്ല. മുഖ്യമന്ത്രി അത് പുതിയ കാര്യമല്ല. അത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ഒരു മനസ്സാക്ഷിയില്ലാത്ത പ്രവർത്തനം. ഞങ്ങൾ അവിടെ നിന്നേ ഉള്ളൂ. ആ വണ്ടിയുടെ മുന്നിൽ നിന്നപ്പോൾ ഞങ്ങളെ ഇടിച്ചു മാറ്റുവാനുള്ള ശ്രമമാണ് ആ വണ്ടിയിലൂടെ ഡ്രൈവറും അതിന് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് നാളെ കാണാം. എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, എത്ര അടിച്ചമർത്തിയാലും എത്ര പോലീസിനെ ഉപയോഗിച്ചാലും ഞങ്ങൾ പിന്നോട്ടില്ല. ഈ കുട്ടികളുടെ, ഈ കുടുംബത്തിന്റെ സഹായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകും. ആ കുടുംബത്തിന്റെ ആവശ്യമാണ് ഇത് മൂന്നും. അത് നടത്തിയിരിക്കണം. യൂത്ത് കോൺഗ്രസിന്റെ പന്തം കൊളുത്തി പ്രതിഷേധം അവിടെ നടക്കുകയാണ്. മരിച്ച ബിന്ദുവിന്റെ ബന്ധു ആംബുലൻസിന് മുന്നിലെത്തി ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതിലാണ് ഈ പ്രതിഷേധം കനത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. പന്തം കൊളുത്തി പ്രതിഷേധമാണിപ്പോൾ കോട്ടയത്ത് നടക്കുന്നത്. മന്ത്രിക്കെതിരെ മുദ്രാവാക്യമുണ്ട്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം നാലുപാട് നിന്നും ഉയരുന്നുണ്ട്. സംസ്ഥാനമാകെ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. യൂത്ത് കോൺഗ്രസ് പലയിടത്തായി പ്രതിഷേധം നടത്തി. നാളെയും വലിയ പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആ കുടുംബത്തിൽ മകൾക്ക് ഒരു ജോലി, ചികിത്സാ സഹായം, മകളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വന്നിരുന്നത്. നവമിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അവിടെ ആ കുടുംബം എത്തിയിരുന്നത്. അപ്പോൾ അതിനുള്ള ചികിത്സാ സഹായവും ജോലിയും നൽകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബന്ധുവിൻ്റെ പ്രതികരണം അതായിരുന്നു.